അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഒരു സമ്മേളനം നടത്തിയത്? അറബ് രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഹമാസിനെ ലക്ഷ്യം വെച്ചതാണ് എന്ന് പറയുമ്പോഴും അത് ഖത്തറിനെ മൊത്തത്തിൽ വീർപ്പ് മുട്ടിക്കുന്ന സാഹചര്യമാണ് ഉളവാക്കിയത്. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇറാൻ്റെ കൂടെ ഗൾഫ് രാജ്യങ്ങൾ അഥവാ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിച്ചത്. പിന്നീട് ഇസ്രായേലിൻ്റെ ഒരു തുറന്ന മാപ്പ് പറച്ചിലിൽ വീണ്ടും ഗൾഫ് രാജ്യങ്ങൾ അവരുടെ തനിക്കുണം കാണിച്ചോ എന്ന വലിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ തുർക്കിയുടെ പ്രസിഡന്റായ റിസബ് തായിബ് ഉർദോഗനും അതുപോലെ തന്നെ ഈജിപ്തും ഒക്കെ വളരെ വ്യക്തമായി തന്നെ അറബ് രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നിലവിട്ട് പെരുമാറരുത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കുടില തന്ത്രങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങരുത്. അവർ പല വിലപേശലുമായും വരും. അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. റഷ്യയെ വാണിജ്യപരമായി തകർക്കുക, ഇല്ലാതാക്കുക വഴി നേരിട്ടോ അല്ലാതെയോ റഷ്യയുടെ കൂടെ നിൽക്കുന്ന ഇറാനെ തകർക്കുക, ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ തകർക്കുക, എണ്ണ വ്യാപാരത്തിൽ ഇറാനെയും റഷ്യയും ചുഴറ്റിയടിക്കുക. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ തകർന്നു കിട്ടിയാൽ അതിലൂടെ ഇസ്രയേൽ പിന്നീട് ലക്ഷ്യം വയ്ക്കുന്നത് മറ്റ് മുസ്ലിം രാജ്യങ്ങളെ ആയിരിക്കും, മറ്റ് അറബ് രാജ്യങ്ങളെ ആയിരിക്കും എന്ന വ്യക്തമായ സന്ദേശം റിസബ് തായിബ് ഉർദോഗൻ എന്ന തുർക്കിയുടെ പ്രസിഡന്റ് നൽകി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. വെളിവില്ലാത്തവർക്ക് അത് തിരിച്ചറിയാൻ കാലതാമസം ഏറെയെടുക്കും. ആ സമയത്തിനുള്ളിൽ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് അവരുടെ കുത്തിത്തിരിപ്പ് പ്ലാൻ വളരെ വിജയകരമാക്കി എടുക്കാനും സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വളരെ വ്യക്തമായി ഇപ്പോഴും പോർക്കളത്തിൽ നിന്ന് പോരാടുന്നത്. ഗാസയിൽ ഒരിക്കലും സ്വാതന്ത്ര്യം വേണ്ട, സമാധാനം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഇസ്രയേലിലെ ചെന്നായി കൂട്ടങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമാണെങ്കിലും ഒരിഞ്ച് പോലും പിന്മാറാതെ ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും അവരാൽ കഴിയുന്ന രീതിയിൽ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രയേൽ വീണ്ടും ഫലസ്തീനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് പറയുന്നത് ഞങ്ങൾ ഫലസ്തീൻ സർക്കാർ വരാനാണ് ആഗ്രഹിച്ചത്, അതല്ലാതെ ഹമാസ് വരാനല്ല. അതിനർത്ഥം ഇവിടെ കൃത്യമായി അമേരിക്കയുടെ ഇടപെടൽ വിജയിച്ചില്ല എന്നുള്ളതാണോ, അതോ അമേരിക്ക ഇസ്രയേലും കൂടെ പാതിര നാടകം കളിച്ചതാണോ? ഹമാസ് അവിടെ ഭരണം ഏറ്റെടുത്തു എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ടാക്കി ഇസ്രയേൽ അവിടെ വീണ്ടും സമാധാനക്കേടുണ്ടാക്കുന്നതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഹമാസ് ഇതിനു മുമ്പ് ആ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പുനരുദ്ധാരണത്തിന് വേണ്ടി ശ്രമിച്ചു. കൃത്യമായി പറഞ്ഞാൽ തകർന്ന് പൊളിഞ്ഞ് പാളീസായി ഇസ്രയേൽ പരിപൂർണമായി നശിപ്പിച്ച ഫലസ്തീനിലേക്ക് കൃത്യമായി അവിടേക്ക് ഭക്ഷണവും കുടിവെള്ളവും എല്ലാം എത്തിക്കുകയാണ് ഹമാസിൻ്റെ പോരാളികൾ. അവരെയും ഹിസ്ബുള്ളയും ഒക്കെ ഭീകരവാദികളായി ചിത്രീകരിച്ച് വീണ്ടും ഇസ്രയേൽ നിറയൊഴിക്കുകയാണെങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കരുത് എന്ന് തുർക്കി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്.